ഹലോ നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് പരിവാഹന്റെ സൈറ്റ് വഴി എങ്ങനെ ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ ചെയ്യാമെന്നതാണ്. മുമ്പ് നമ്മുടെ ചാനലിൽ ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യുന്ന വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സൈറ്റിൽ കുറച്ച് അപ്ഡേഷൻ കൂടി വന്നതുകൊണ്ടാണ് മറ്റൊരു വീഡിയോ വീണ്ടും അപ്ലോഡ് ചെയ്യുന്നത്. ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യാൻ ഡോക്യുമെന്റ് ആയിട്ട് വേണ്ടി വരുന്നത് പുതിയ ഓണറുടെയും പഴയ ഓണറുടെയും ആധാർ കാർഡ്, RC ബുക്ക്, ആപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് സൈറ്റിൽ നിന്ന് ലഭിക്കുന്ന ഫോം നമ്പർ 29, ഫോം നമ്പർ 30 തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്ത് നൽകേണ്ടത്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഗൂഗിളിൻ്റെ ഒരു പുതിയ പേജ് ഓപ്പൺ ചെയ്യാം. ഇതിൽ പരിവാഹൻ എന്ന് ടൈപ്പ് ചെയ്ത് നൽകുക. വെഹിക്കിളുമായും ഡ്രൈവിംഗ് ലൈസൻസുമായും ബന്ധപ്പെട്ട് സേവനങ്ങൾ ചെയ്യുന്നതിനായിട്ടുള്ള ഒഫീഷ്യൽ പോർട്ടലാണ് പരിവാഹൻ എന്ന് പറയുന്നത്. ഓപ്പൺ ആയിട്ട് വരുന്ന നെക്സ്റ്റ് പേജിൽ ഓൺലൈൻ സർവീസസിൽ വെഹിക്കിൾ റിലേറ്റഡ് സർവീസ് എന്നുള്ള ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്ത് പ്രൊസീഡ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ഓപ്പൺ ആയിട്ട് വരുന്ന പേജിൽ സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് നൽകുക. അടുത്തതായിട്ട് വരുന്ന പേജിൽ വെഹിക്കിൾ രജിസ്ട്രേഷൻ നമ്പർ എന്ന ഓപ്ഷൻ ചൂസ് ചെയ്തതിന് ശേഷം വണ്ടി നമ്പർ കൃത്യമായിട്ടൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പേജിൻ്റെ താഴെയായിട്ടുള്ള ഐ അക്സെപ്റ്റ് എന്നുള്ള ഓപ്ഷനിലെ ഡിക്ലറേഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം പ്രൊസീഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. അതല്ല രജിസ്റ്ററിംഗ് അതോറിറ്റി എന്നുള്ള ഓപ്ഷനാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ സ്റ്റേറ്റും RTOയും കൊടുത്ത് ഡിക്ലറേഷൻ ടിക്ക് ചെയ്താണ് പ്രൊസീഡ് ചെയ്യേണ്ടത്. ഓപ്പൺ ആയിട്ട് വരുന്ന അലേർട്ട് മെസ്സേജിൽ വീണ്ടും പ്രൊസീഡ് എന്നുള്ള ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്ത് നൽകേണ്ടത്. പ്രൊസീഡ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ഓപ്പൺ ആയിട്ട് വരുന്ന ഹോം പേജിൽ ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് ബൈ സെല്ലർ എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യാം. നിലവിൽ ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിയിലേക്ക് പണം കൊടുത്ത് ഉടമസ്ഥാവകാശം കൈമാറ്റം ചെയ്യുന്നതാണെങ്കിലാണ് ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് ബൈ സെല്ലർ എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്യാൻ സാധിക്കുന്നത്. കുടുംബത്തിൽ തന്നെ ഉൾപ്പെട്ട മറ്റൊരു വ്യക്തിക്ക് മരണം മൂലമോ മറ്റോ ഓണർഷിപ്പ് കൈമാറ്റം ചെയ്യുന്നതാണ് എങ്കിൽ ഓണർഷിപ്പ് ചേഞ്ച് ബൈ സക്സഷൻ എന്നുള്ള ഓപ്ഷനാണ് യൂസ് ചെയ്യേണ്ടത്. ഞാനിവിടെ ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് ബൈ സെല്ലർ എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്ത് അപേക്ഷ സമർപ്പിക്കുന്നതാണ് കാണിക്കുന്നത്. ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് ബൈ സെല്ലർ എന്നുള്ള ഏറ്റവും താഴെയായി വന്നിരിക്കുന്ന ഡിക്ലറേഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം പ്രൊസീഡ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം വരുന്ന പേജിൽ അപേക്ഷകന്റെ ചേസസ് നമ്പർ കൃത്യമായിട്ടൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. വെരിഫൈ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. പ്രൊസീഡ് ചെയ്ത് നെക്സ്റ്റ് വരുന്ന പേജിൽ നിലവിൽ 2 ഓപ്ഷൻസ് ആണ് കാണിക്കുന്നത്. യൂസിംഗ് മൊബൈൽ OTP, യൂസിംഗ് ആധാർ OTP. യൂസിംഗ് ആധാർ OTP എന്ന ഓപ്ഷൻ യൂസ് ചെയ്താണ് ചെയ്യുന്നതെങ്കിൽ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം സൈറ്റിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്ന എല്ലാ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സും സഹിതം അപേക്ഷകൻ നേരിട്ട് RTO ഓഫീസുമായിട്ട് ബന്ധപ്പെടേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും അപേക്ഷ അപ്രൂവൽ ആകുക. അതല്ല യൂസിംഗ് ആധാർ OTP എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നതെങ്കിൽ ഓൺലൈനായിട്ട് മാത്രം ചെയ്താൽ മതി. RTOയിൽ ഡോക്യുമെന്റുമായിട്ട് പോകേണ്ട ആവശ്യം വരില്ല. ആധാർ OTP യൂസ് ചെയ്ത് ചെയ്യണമെങ്കിൽ വാങ്ങുന്ന വ്യക്തിയുടെയും വിൽക്കുന്ന വ്യക്തിയുടെയും, അതായത് നിലവിലെ ഉടമയുടെയും പുതിയതായിട്ട് വണ്ടി വാങ്ങുന്ന വ്യക്തിയുടെയും ആധാർ കാർഡും മൊബൈലുമായിട്ട് ലിങ്ക് ആയിരിക്കണം. ഫോണിലേക്ക് വരുന്ന OTP അടിച്ചാൽ മാത്രമാണ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുക. അതുപോലെ പഴയ ഓണറുടെ ആധാർ കാർഡിലെയും RCയിലെയും പേരും മാച്ചിങ് ആയിരിക്കണം. എന്നാൽ മാത്രമായിരിക്കും ആധാർ OTP യൂസ് ചെയ്തിട്ട് അപേക്ഷ ഓൺലൈനായിട്ട് സമർപ്പിക്കാൻ സാധിക്കുക. ഇൻ കേസ് മൊബൈൽ നമ്പർ RCയിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല എങ്കിൽ മൊബൈൽ നമ്പർ ആദ്യം രജിസ്റ്റർ ചെയ്താൽ മാത്രമായിരിക്കും ഏതൊരു ആപ്ലിക്കേഷനും ചെയ്യാൻ സാധിക്കുക. ഞാനിവിടെ ആധാർ OTP എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്തിട്ടാണ് അപേക്ഷ സമർപ്പിക്കുന്നത്. ഇതിനായിട്ട് ഞാൻ യൂസിംഗ് ആധാർ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് നൽകുന്നുണ്ട്. നെക്സ്റ്റ് വരുന്ന പേജിൽ ആദ്യം പേജിൻ്റെ ഏറ്റവും മുകളിലായിട്ട് കൊടുത്തിരിക്കുന്ന ആധാർ OTP എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് നൽകുക. അതിനുശേഷം താഴെ വരുന്ന ഭാഗത്ത് ആധാർ നമ്പർ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് അപേക്ഷ പ്രൊസീഡ് ചെയ്യേണ്ടത്. ആദ്യം ഞാനിവിടെ ആധാർ OTP എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. തൊട്ട് താഴെയായിട്ട് ആധാർ നമ്പർ എന്നുള്ള ഓപ്ഷനും കൂടി ഒന്ന് ഞാൻ സെലക്ട് ചെയ്ത് നൽകുന്നുണ്ട്. അതിനുശേഷം പഴയ ഉടമ അഥവാ വിൽക്കുന്ന വ്യക്തിയുടെ ആധാർ നമ്പറാണ് ആദ്യം ടൈപ്പ് ചെയ്ത് നൽകേണ്ടത്. വിൽക്കുന്ന വ്യക്തിയുടെ ആധാർ നമ്പർ കൃത്യമായിട്ടൊന്ന് ടൈപ്പ് ചെയ്ത് നൽകുക. പേജിൻ്റെ താഴെയായി നൽകിയിരിക്കുന്ന ഡിക്ലറേഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. പേജിൻ്റെ ഏറ്റവും താഴോട്ടായിട്ടൊന്ന് സ്ക്രോൾ ചെയ്യുക. പേജിൻ്റെ ഏറ്റവും താഴെയായിട്ട് ഗെറ്റ് OTP എന്നൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപേക്ഷകന്റെ, അതായത് പഴയ ഉടമയുടെ വിൽക്കുന്ന വ്യക്തിയുടെ ഫോണിലേക്ക് ആധാറുമായി ലിങ്ക് ചെയ്ത ഫോണിലേക്ക് ഒരു OTP മെസ്സേജ് വരുന്നതാണ്. ഈ ഒരു OTP മെസ്സേജ് കൃത്യമായി സൈറ്റിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം വാലിഡേറ്റ് OTP എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ഓപ്പൺ ആയിട്ട് വരുന്ന പേജിൽ ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് എന്നുള്ള ഓപ്ഷൻ ഒന്ന്
ടിക്ക് ചെയ്ത് നൽകുക. പേജിൻ്റെ താഴേക്കായിട്ട് സ്ക്രോൾ ചെയ്തതിന് ശേഷം സൈറ്റിൽ ചോദിച്ചിരിക്കുന്ന മറ്റ് വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് അപേക്ഷ പ്രൊസീഡ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് എന്നുള്ള ഓപ്ഷൻ ടിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം പേജിൻ്റെ താഴേക്കായിട്ടൊന്ന് സ്ക്രോൾ ചെയ്യാം. പേജിൻ്റെ താഴെ നിലവിൽ പുതിയതായിട്ട് വാങ്ങുന്ന വ്യക്തിയുടെ വിവരങ്ങളാണ് ടൈപ്പ് ചെയ്ത് നൽകേണ്ടത്. അതിനായിട്ട് ന്യൂ ഓണർ നെയിം എന്നുള്ള ഓപ്ഷനിൽ പുതിയതായിട്ട് ആരാണോ വാഹനം വാങ്ങുന്നത് ആ വ്യക്തിയുടെ പേര് കൊടുക്കുക. കാറ്റഗറി ഓപ്ഷനിൽ ജനറൽ, OBC ഏതാണോ വരുന്നത് അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ന്യൂ ഓണർ അഥവാ ബയ്യർ മൊബൈൽ നമ്പർ എന്നുള്ള ഓപ്ഷനിൽ പുതിയ ഉടമയുടെ ഫോൺ നമ്പർ കൃത്യമായിട്ട് നൽകുക. അതുപോലെ ഫാദറിൻ്റെ അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ നെയിം കൊടുക്കുക. സെയിൽ ഡേറ്റ് കൊടുക്കുക. വാഹനം വാങ്ങി മാക്സിമം എത്രയും പെട്ടെന്ന് തന്നെ ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ പ്രോസസ്സ് ചെയ്യേണ്ടതാണ്. ഒരുപാട് ലേറ്റ് ആയി കഴിഞ്ഞാൽ അതിന് ഫൈനും കൂടി നമ്മൾ പേ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ വാഹനം ഉടമസ്ഥാവകാശം കൈമാറ്റം നടത്തുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ പുതിയ ഉടമയുടെ പേരിലേക്ക് വാഹനം കൈമാറ്റം ചെയ്യുന്നതിനായിട്ടുള്ള ഓൺലൈൻ RC ഓണർഷിപ്പ് ചേഞ്ചിൻ്റെ ആപ്ലിക്കേഷൻ ചെയ്യേണ്ടതാണ്. വീണ്ടും ഹോം പേജിലേക്ക് തന്നെ വരുന്നതാണ്. ഈ ഒരു പേജിൽ വീണ്ടും അപേക്ഷകന്റെ വണ്ടി നമ്പർ കൊടുക്കുക. ഡിക്ലറേഷൻ ക്ലിക്ക് ചെയ്യുക. പ്രൊസീഡ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓപ്പൺ ആയിട്ട് വരുന്ന പേജിൽ ഓൾറെഡി സെല്ലർ ഓപ്ഷൻ യൂസ് ചെയ്ത് ലഭിച്ചിരിക്കുന്ന ആപ്ലിക്കേഷൻ നമ്പറാണ് കൃത്യമായിട്ടൊന്ന് ടൈപ്പ് ചെയ്ത് നൽകേണ്ടത്. ഇവിടെ കൃത്യമായി ആപ്ലിക്കേഷൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. വെരിഫൈ ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഡീറ്റെയിൽ വെരിഫൈ ആയി നെക്സ്റ്റ് പേജിലേക്ക് അപ്ഡേറ്റ് ആയിട്ട് വരുന്നതാണ്. ഈ ഒരു പേജിൽ വീണ്ടും ആധാർ OTPയുടെ പ്രോസസ്സാണ് വരുന്നത്. ആധാർ OTP എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. തൊട്ട് താഴെയായിട്ട് വരുന്ന ആധാർ നമ്പർ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഭാഗത്ത് ആധാർ നമ്പർ ടൈപ്പ് ചെയ്യേണ്ടത് പുതിയതായിട്ട് വാങ്ങിക്കുന്ന വ്യക്തി അഥവാ ബയ്യറുടെ ഡീറ്റെയിൽസ് ആണ്. ആദ്യം കൊടുത്തത് സെല്ലറുടെ ഡീറ്റെയിൽസ് ആണ്. രണ്ടാമത് ഇപ്പോൾ നമ്മൾ ബയ്യർ ഓപ്ഷൻ ചൂസ് ചെയ്ത് ചെയ്യുന്ന സമയത്ത് കൊടുക്കേണ്ടത് പുതിയ ഉടമ അതായത് വാഹനം വാങ്ങിച്ച വ്യക്തിയുടെ ആധാർ നമ്പറാണ് കൊടുക്കേണ്ടത്. ആധാർ നമ്പർ കൃത്യമായിട്ട് ഒന്ന് ടൈപ്പ് ചെയ്ത് നൽകുക. പേജിൽ കൊടുത്തിരിക്കുന്ന ഡിക്ലറേഷൻ ക്ലിക്ക് ചെയ്ത് പേജിൻ്റെ താഴേക്കായിട്ട് സ്ക്രോൾ ചെയ്ത് താഴെയായിട്ടുള്ള ഗെറ്റ് OTP എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. പുതിയ RC ഓണർ ആകേണ്ട വ്യക്തിയുടെ ഫോണിലേക്ക് ആധാറുമായി ബന്ധിപ്പിച്ച ഫോണിലേക്ക് വന്നിരിക്കുന്ന OTP കൃത്യമായിട്ടൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം വാലിഡേറ്റ് OTP എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓപ്പൺ ആയിട്ട് വരുന്ന പേജിൽ ഓൾറെഡി ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് എന്നുള്ള ഓപ്ഷൻ ടിക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. അവിടെ മറ്റൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നോമിനി ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം S കൊടുക്കുക, ഡീറ്റെയിൽസ് നൽകുക. ഇല്ല എങ്കിൽ നോ എന്ന് കൊടുക്കാവുന്നതാണ്. അഡ്രസ് ഡീറ്റെയിൽസ് ആണ് ഇവിടെ നൽകേണ്ടത്. ഓൾറെഡി ആധാർ ബേസ്ഡ് ആയിട്ടുള്ള അഡ്രസ് ഡീറ്റെയിൽസ് അവിടെ അപ്ഡേറ്റഡ് ആയിട്ടുണ്ടായിരിക്കും. അതുതന്നെയാണ് പെർമനന്റ് അഡ്രസ് എങ്കിൽ സെയിം ആസ് ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. പുതിയ ഓണറുടെ RTO ഏതാണോ അത് കൃത്യമായിട്ടൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. RTO സെലക്ട് ചെയ്തതിന് ശേഷം പേജിൻ്റെ താഴേക്കായിട്ടൊന്ന് സ്ക്രോൾ ചെയ്യുക. നിലവിലെ ഇൻഷുറൻസിൻ്റെ ഡീറ്റെയിൽസ് ആയിരിക്കും സൈറ്റിൽ അപ്ഡേറ്റ് ആയിട്ട് കാണിച്ചിരിക്കുന്നത്. ഇൻഷുറൻസിൻ്റെ വിവരങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. അതിനുശേഷം പേജിൻ്റെ താഴോട്ട് വീണ്ടും സ്ക്രോൾ ചെയ്യുക. പേജിൻ്റെ താഴോട്ട് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് അടച്ചു കൊടുക്കേണ്ട എമൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് ആണ് കാണിച്ചിരിക്കുന്നത്. നിലവിൽ പുതിയതായിട്ട് ലഭിക്കുന്ന RC PVC രൂപത്തിലായിരിക്കും നമുക്ക് ലഭിക്കുക. ടോട്ടൽ എമൗണ്ട് ഡീറ്റെയിൽസ് സൈറ്റിൽ കാണിച്ചിട്ടുണ്ട്. അതൊന്ന് പേ നൗ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് വരുന്ന പേജിൽ ഡിക്ലറേഷനും കൺഫേം ഡീറ്റെയിൽസും കൊടുത്ത് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വന്നിരിക്കുന്ന സെലക്ട് പേയ്മെന്റ് ഗേറ്റ്വേ എന്ന ഓപ്ഷനിൽ ട്രഷറി എന്നുള്ള ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്ത് നൽകേണ്ടത്. പേജിന്റെ താഴെയായിട്ട് വന്നിരിക്കുന്ന I accept terms and condition ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് വരുന്ന പേജിൽ ഒരു GRN നമ്പർ വരുന്നുണ്ട്. ഇതൊന്ന് കൃത്യമായി നോട്ട് ചെയ്തതിന് ശേഷം OK എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. പേയ്മെന്റ് ഗേറ്റ്വേ പേജിലേക്കാണ് കൺവേർട്ട് ആയിട്ട് വരുന്നത്. കാർഡ്, നെറ്റ് ബാങ്കിങ്, UPI ഓപ്ഷൻസ് ഒക്കെ സൈറ്റിൽ അവൈലബിൾ ആണ്. ഏതെങ്കിലും ഒരു ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് പേയ്മെന്റ് അടയ്ക്കാവുന്നതാണ്. ഞാനിവിടെ ഫോൺപേ ഓപ്ഷനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഫോൺപേയുടെ ID കൊടുത്തതിന് ശേഷം വെരിഫൈ ക്ലിക്ക് ചെയ്യുക. ഡിഫോൾട്ടായിട്ട് UPI ഹോൾഡറുടെ പേര് വരുന്നതാണ്. പേ നൗ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് കണ്ടിന്യൂ ചെയ്യുക. ഏത് വാലറ്റാണോ കൊടുത്തിരിക്കുന്നത് ആ വാലറ്റിലേക്ക് പേയ്മെന്റ് റിക്വസ്റ്റ് വരുന്നതാണ്. വാലറ്റ് ഓപ്പൺ ചെയ്ത് പേയ്മെന്റ് നടത്തുക. ഇൻ കേസ് പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് പേജ് കട്ടാകുകയോ അതല്ലെങ്കിൽ പേയ്മെന്റ് പോകാതിരിക്കുകയോ ആണ് എങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ ക്യാൻസൽ ആവുന്നതാണ്. അതായത് ഈ ഒരു ആപ്ലിക്കേഷൻ നമ്പർ ഉപയോഗിച്ച് ഈ ഒരു ആപ്ലിക്കേഷൻ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കില്ല. പേയ്മെന്റ് കട്ടാകാതെ പേജ് എറർ ആവുകയാണ് എങ്കിൽ വീണ്ടും ആദ്യം മുതൽ തന്നെ സെല്ലർ ഓപ്ഷൻ യൂസ് ചെയ്ത് അപേക്ഷ സമർപ്പിക്കുക.
പുതിയ ആപ്ലിക്കേഷൻ നമ്പർ ലഭിക്കുന്നതാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ നമ്പർ നോട്ട് ചെയ്തതിന് ശേഷം ബയർ ഓപ്ഷൻ വഴി പ്രൊസീഡ് ചെയ്യാം. ഇൻ കേസ് പേയ്മെന്റ് എറർ ആണ് കാണിക്കുന്നതെങ്കിൽ സ്റ്റാറ്റസ് എന്നുള്ള ഓപ്ഷനിൽ റീവെരിഫൈ പേയ്മെന്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് പേയ്മെന്റ് ഫെയിൽ ആയതിനു ശേഷമാണ് ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് ബൈ സെല്ലർ എന്ന ഓപ്ഷൻ യൂസ് ചെയ്ത് അപേക്ഷ സമർപ്പിച്ച് ആപ്ലിക്കേഷൻ നമ്പർ ജനറേറ്റ് ആയതിനു ശേഷം ഈ ആപ്ലിക്കേഷൻ നമ്പർ കൊടുത്ത് ബയർ എന്നുള്ള ഓപ്ഷൻ വഴി കണ്ടിന്യൂ ചെയ്ത് വീണ്ടും പുതിയ പേയ്മെന്റ് അടയ്ക്കേണ്ടത്. പേയ്മെന്റ് സക്സസ് ആയതിനു ശേഷം വീണ്ടും പേജ് എറർ കാണിക്കുന്നതാണ്. വീണ്ടും വണ്ടി നമ്പർ കൊടുക്കുക, ഡിക്ലറേഷൻ ക്ലിക്ക് ചെയ്യുക, പ്രൊസീഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. വന്നിരിക്കുന്ന അലേർട്ട് മെസ്സേജിലും പ്രൊസീഡ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. സ്റ്റാറ്റസിൽ റീപ്രിന്റ് റെസിപ്റ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം വരുന്ന പേജിൽ ആപ്ലിക്കേഷൻ നമ്പർ എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യുക. അതിനുശേഷം സെലക്ട് ട്രാൻസാക്ഷൻ എന്നുള്ള ഓപ്ഷനിൽ ആപ്ലിക്കേഷൻ എന്നുള്ള ഓപ്ഷനും സെലക്ട് ആപ്ലിക്കേഷൻ എന്നുള്ള ഓപ്ഷനിൽ ഓൺലൈൻ സർവീസസ് എന്നുള്ള ഓപ്ഷനും കൊടുക്കുക. ആപ്ലിക്കേഷൻ നമ്പർ കൃത്യമായി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ക്യാപ്ച കൊടുത്ത് ഷോ ഡീറ്റെയിൽസ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. വന്നിരിക്കുന്ന പേജിൽ പ്രിന്റ് റെസിപ്റ്റ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. സൈറ്റിൽ വന്നിരിക്കുന്ന ഫോം നമ്പർ 29, ഫോം നമ്പർ 30 തുടങ്ങിയ കാര്യങ്ങൾ സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഈ ഒരു 29 അതുപോലെ 30 കാര്യങ്ങളിൽ കൃത്യമായി സൈൻ ചെയ്ത് സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മാത്രമായിരിക്കും അപേക്ഷ അപ്രൂവൽ ആകുക. ട്രാൻസ്ഫറർ എന്നുള്ള ഓപ്ഷനിൽ നിലവിലെ ഉടമ അഥവാ സെല്ലറും ട്രാൻസ്ഫെറി എന്നുള്ള ഓപ്ഷനിൽ പുതിയ ഉടമ അഥവാ ബയ്യറുമാണ് സൈൻ ചെയ്യേണ്ടത്. കൃത്യമായി സൈറ്റിൽ ചോദിച്ചിരിക്കുന്ന ഭാഗങ്ങളിൽ സൈൻ ചെയ്ത് കൊടുക്കുക. ഡേറ്റ് മെൻഷൻ ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങളിൽ കൃത്യമായിട്ട് ഡേറ്റ് ഒന്ന് മെൻഷൻ ചെയ്യാം. ഫോം നമ്പർ 29 പഴയ ഉടമയാണ് സൈൻ ചെയ്യേണ്ടത്. ഫോം നമ്പർ 30 പഴയ ഉടമയും പുതിയ ഉടമയും രണ്ടുപേരും സൈൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഫോമിൽ കൃത്യമായി സൈൻ ചെയ്തതിന് ശേഷം ഫോം സ്കാൻ ചെയ്ത് സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്ത് നൽകാവുന്നതാണ്. പേജ് കട്ടായി പോവുകയാണെങ്കിൽ വീണ്ടും വണ്ടി നമ്പർ കൊടുത്ത് സ്റ്റാറ്റസിൽ റീപ്രിന്റ് റെസിപ്റ്റ് ഓപ്ഷൻ വഴി കണ്ടിന്യൂ ചെയ്ത് വരുന്ന പേജിൽ അപ്ലോഡ് ഡോക്യുമെന്റ്സ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, ഡിക്ലറേഷൻ ക്ലിക്ക് ചെയ്ത് പ്രൊസീഡ് ചെയ്യുക. ആധാർ പ്രൂഫ് എന്നുള്ള ഓപ്ഷനിൽ പുതിയ ഉടമയുടെ അതായത് വാഹനം വാങ്ങിച്ച വ്യക്തിയുടെ ആധാർ കാർഡാണ് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്ത് നൽകേണ്ടത്. സ്കാൻ ചെയ്ത ഡോക്യുമെന്റ് കൃത്യമായിട്ട് സൈറ്റിലേക്ക് PDF ഫോർമാറ്റിൽ അല്ലെങ്കിൽ JPG ഫോർമാറ്റിൽ അറ്റാച്ച് ചെയ്ത് നൽകാവുന്നതാണ്. ഡോക്യുമെന്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക, ചൂസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അപ്ലോഡ് എന്നുള്ള ഓപ്ഷൻ, അപ്ലോഡ് ഡോക്യുമെന്റ് എന്നുള്ള ഓപ്ഷനിൽ അപ്ലോഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക, ഡിക്ലറേഷൻ ക്ലിക്ക് ചെയ്യുക, ഓക്കെ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇത്രയും പ്രോസസ്സ് ചെയ്താൽ മാത്രമായിരിക്കും വ്യൂ ഡോക്യുമെന്റ് എന്നുള്ള ഓപ്ഷനിൽ ഐക്കൺ വന്നിട്ടുണ്ടാകുക. ഈ ഐക്കൺ ക്ലിക്ക് ചെയ്ത് ഫയൽ ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ്. ഈ ഒരു ഐക്കൺ വന്നാൽ മാത്രമാണ് ഡോക്യുമെന്റ് അപ്ലോഡ് ആയിട്ടുള്ളത്. അതുപോലെ തന്നെ അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് ഫയലിൽ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് യൂസ് ചെയ്യരുത്. അതായത് കുത്ത്, കോമ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഫയൽ അറ്റാച്ച് ആവില്ല. ഇങ്ങനെ കൊടുക്കാതെ ഇതിനു പകരം എന്താണ് ഡോക്യുമെന്റ് എന്നുള്ളത് കൃത്യമായിട്ടൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഇല്ലാതെ കൊടുത്തതിന് ശേഷം ഡോക്യുമെന്റ് കൃത്യമായി സെലക്ട് ചെയ്ത് സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് നൽകുക. സൈറ്റിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ട ഡോക്യുമെന്റിന്റെ ഡീറ്റെയിൽസ് ഒന്നുകൂടി പറയാം. അഡ്രസ് പ്രൂഫ് എന്നുള്ള ഓപ്ഷനിൽ പുതിയ ഉടമയുടെ ആധാർ കാർഡ് അറ്റാച്ച് ചെയ്ത് നൽകാവുന്നതാണ്. അപ്ലോഡ് വെഹിക്കിൾ RC എന്നുള്ള ഓപ്ഷനിൽ ഒറിജിനൽ RC ബുക്ക് അപ്ലോഡ് ചെയ്ത് നൽകുക. ഫോം നമ്പർ 29, ഫോം നമ്പർ 30 ഓൾറെഡി ആപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ സൈറ്റിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത് സൈൻ ചെയ്ത് കൃത്യമായി അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഡോക്യുമെന്റുകളും സൈറ്റിൽ അറ്റാച്ച് ആയതിനു ശേഷം പ്രൊസീഡ് ഫർദർ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് നൽകാവുന്നതാണ്. ഡോക്യുമെന്റ് അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് ഫയലിന്റെ സൈസ് 200 KB കുറവായിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇൻ കേസ് ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യുമ്പോഴും പേജ് കട്ടാകുകയാണെങ്കിൽ നേരത്തെ ചെയ്തതുപോലെ തന്നെ വണ്ടി നമ്പർ കൊടുത്ത് പ്രൊസീഡ് ചെയ്ത് വരുന്ന പേജിൽ സ്റ്റാറ്റസിൽ റീപ്രിന്റ് റെസിപ്റ്റ് എന്നുള്ള ഓപ്ഷൻ വഴി കണ്ടിന്യൂ ചെയ്ത് വീണ്ടും ഈ ഒരു പേജിലേക്ക് വരാവുന്നതാണ്. എല്ലാ ഡോക്യുമെന്റുകളും കൃത്യമായി അറ്റാച്ച് ആയി എന്ന് ഉറപ്പുവരുത്തുക. വ്യൂ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഫയൽ ഒന്ന് ചെക്ക് ചെയ്യുക. എല്ലാ ഡോക്യുമെന്റും അറ്റാച്ച് ആയതിനു ശേഷം പ്രൊസീഡ് ഫർദർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഈ ഒരു സമയത്ത് വീണ്ടും പേജ് കട്ടാകുകയാണെങ്കിൽ വീണ്ടും വണ്ടി നമ്പർ കൊടുത്ത് സ്റ്റാറ്റസ് ഓപ്ഷനിൽ റീപ്രിന്റ് റെസിപ്റ്റ് എന്നുള്ള ഓപ്ഷൻ വഴി കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. ശേഷം വന്നിരിക്കുന്ന പേജിൽ അപ്ലോഡ് ഡോക്യുമെന്റ്സ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, ഡിക്ലറേഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓൾറെഡി നമ്മൾ അറ്റാച്ച് ചെയ്ത ഫയൽ നെയിംസ് അതായത് അഡ്രസ് പ്രൂഫ്, RC, 29, 30 തുടങ്ങിയ കാര്യങ്ങളുടെയൊക്കെ ഡീറ്റെയിൽസ് കാണിക്കുന്നുണ്ടോ നോക്കുക. സൈറ്റിൽ അതിന്റെ വിവരങ്ങൾ വന്നിട്ടില്ല എങ്കിൽ അതിനർത്ഥം ഡോക്യുമെന്റുകൾ സൈറ്റിൽ അറ്റാച്ച് ആയിട്ടുണ്ട് എന്നതാണ്. വീണ്ടും പ്രൊസീഡ് ഫർദർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് വരുന്ന പേജിന്റെ താഴെയായിട്ടുള്ള ഫൈനൽ സബ്മിറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് അപേക്ഷ ഫൈനൽ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. നിലവിലെ അപേക്ഷയുടെ സ്റ്റാറ്റസ് അറിയാനായിട്ട് സൈറ്റിൽ തന്നെ കൊടുത്തിരിക്കുന്ന ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്നുള്ള ഓപ്ഷൻ വഴി ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ആപ്ലിക്കേഷൻ അപ്രൂവൽ ആയതിനു ശേഷം പുതിയ RC പോസ്റ്റലായിട്ട് ലഭിക്കുന്നതാണ്.
ആധാർ OTP യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നതെങ്കിൽ RTOയിൽ പോകേണ്ട ആവശ്യമില്ല. മൊബൈൽ OTP യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നതെങ്കിൽ ഡോക്യുമെന്റ്സ് നേരിട്ട് RTOയിൽ എത്തിക്കാനും ശ്രദ്ധിക്കേണ്ടതാണ്. മൊബൈൽ OTP യൂസ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ RTOയിൽ ഡോക്യുമെന്റ് എത്തിയാൽ മാത്രമായിരിക്കും ആപ്ലിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആകുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.